കടം വാങ്ങൽ പിശാച് നമ്മെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഊരാക്കുടുക്കി ചെന്ന് പെടും. ചെറിയ കടം വാങ്ങിച്ച് അത് കഴിഞ്ഞ് പിന്നെ കുളമാക്കി, കുളം കഴിഞ്ഞ് കായലാക്കി, കായലിൽ നിന്ന് പിന്നെ മഹാസമുദ്രമാവും. അപ്പോഴേക്കും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള കടക്കെണിയിൽ ചെന്ന് വീഴും. ഇന്ന് കടം വാങ്ങലൊരു വല്ലാത്ത അവസ്ഥയാണ്. ഇതൊരു പൈശാചിക ബന്ധനം പോലെയാണ്. അതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം, ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, 2 ദനാറ കിട്ടിക്കഴിഞ്ഞാൽ അത് 4 ആക്കണം. 5 ദനാറ കിട്ടിയവൻ അത് 10 ആക്കിയവനാണ് 10 ദേശങ്ങളുടെ അധിപതിയാക്കി കർത്താവ് നിയമിച്ചത്. അപ്പോൾ അതുകൊണ്ട് വർദ്ധിപ്പിക്കുന്നതിന് പകരം നശിപ്പിക്കുന്ന ഒരു പ്രവണത പൈശാചികമാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ നശിപ്പിക്കരുതെന്ന് മാത്രമല്ല, നമ്മൾ വർദ്ധിപ്പിക്കണം. ഇതൊരു വല്ലാത്ത പ്രവണതയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ, നന്മ ചെയ്യുവാൻ, പിന്നെ ഈ കിട്ടുന്നത് മിച്ചം വയ്ക്കുവാൻ, അത് വർദ്ധിപ്പിക്കുവാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ പൈശാചിക ബന്ധനത്തിൻ്റെ കെണിയിൽപ്പെട്ട് എന്തോരം കിട്ടിയാലും അത് മുഴുവൻ കടത്തിച്ചെന്ന് വീഴിച്ച് ഈ പ്രവണതയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. കടം വാങ്ങൽ രോഗമാണ്, കടം വാങ്ങൽ പൈശാചിക ബന്ധനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ളത് കൊണ്ട് ചുരുക്കി ചെലവഴിക്കാനായിട്ട്, ചെലവഴിച്ച് മിച്ചം വയ്ക്കാനുള്ളൊരു ശീലം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവും മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.